ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടോ, എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഭീകരൻ ബട്ടർഫ്ലൈ. എൻ്റെ അമ്മയെ കാണുമ്പോൾ പേടിയാവുന്നുണ്ടോ? ഈ കുത്തുവെന്ന് എനിക്കറിയില്ല. അതാ രണ്ട് കൊമ്പും കാലാണ് അപ്പുറത്തോട്ടിരിക്കുന്നത്. കണ്ടോ, കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതൊന്ന് ഗസ് ചെയ്യണേ. ഗസ് ചെയ്യല്ല, അങ്ങ് ഇട്ടാൽ മതി അറിയാമെങ്കിൽ കേട്ടോ. എന്താ ഒരു വലിപ്പ നോക്കിയേ, കണ്ടോ, കാറ്റത്തിൻ്റെ ചിറകുകളാടുന്നുണ്ട്. ഇതിപ്പോൾ എവിടെ നിന്ന് കയറി വന്നതാണോ ആവോ അറിയില്ല. അത്രയും പച്ചപ്പായതുകൊണ്ട് ഏതെങ്കിലും ചെടിയിൽ നിന്നതായിരിക്കും. കണ്ടോ, ഒരു രാക്ഷസ ബട്ടർഫ്ലൈ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതിലോട്ട് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ പേടിയാവുന്നു. കണ്ടോ ഗായ്സ്, ഇതെൻ്റെ വീട്ടിൽ കണ്ട ഒരു ബട്ടർഫ്ലൈ ആണ്. അതായത് എൻ്റെ ജനാലയാണ് ഈ കാണുന്നത്. എൻ്റെ അമ്മേ, ഇതിനിപ്പോൾ എന്നതാ പറ്റുന്നതെന്നറിയില്ല. ചിറകുകളൊക്കെ മുളച്ച് വന്നൊരു വലിയ ബട്ടർഫ്ലൈ ആയി. ഇനി പറന്നു പോകും. അത് ഇനിയും വളരാനുണ്ടോയെന്നറിയില്ല. എന്താ ഭംഗിയല്ലേ എന്നെ കാണാനായിട്ട്. പട്ടാളക്കാരനാണെന്നാണ് തോന്നുന്നത്. പട്ടാളത്തിൽ നിന്ന് ചാടി വന്നതാണോ ഇത്? അതേപോലത്തെ നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ആദ്യം രാവിലെ ഞങ്ങളുടെ ചേറിലാണ് വന്നിരുന്നത്, വെളിയിലിട്ടിരുന്ന. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. എന്നിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞ് സൂം ചെയ്തൊക്കെ എടുത്തിടാൻ പറ്റിയില്ല. രാവിലെ ജോലി തിരക്കായിരുന്നു. പിന്നീട് ഇടാമെന്ന് പറഞ്ഞ് ഞാൻ ചേരി നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കാക്കവല്ല എടുത്തിട്ട് പോയോ തോന്നുന്നു. അപ്പോൾ അതാ വന്ന് സുരക്ഷിതമായിട്ട് എൻ്റെ റൂമിൻ്റെ അടുത്ത ജനാലയിൽ തന്നെ വന്നിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും കാണുക. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. അറിയാമെങ്കിൽ എല്ലാവരും ഇട്ടറിയുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബായ്. കണ്ടോ, പിന്നെ നോക്കുമ്പോൾ ഇത്രയുണ്ട്. അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് ഇത്രയുണ്ട്. കണ്ടോ, മതി. ഇങ്ങനെ കൂടുതൽ കുഴപ്പിച്ചുകൊണ്ട് എൻ്റെ അടുത്തേലും നിൽക്കണ്ട. അന്നേരം അതിൽ വല്ല ഈ മരത്തിൽ നിന്നെങ്ങാനൊക്കെ വന്നതാവാനാണ് സാധ്യത. കണ്ടോ, ഇതിൽ നിന്നെങ്ങാനും വന്നതാവും. പിന്നെ അവിടെയാണെങ്കിലും നിറയെ മരങ്ങളാണ്. കണ്ടോ, മാവും കാട് പിടിച്ച് കിടപ്പുണ്ടല്ലോ. അവിടെ എങ്ങാനൊക്കെ കൂട് വെച്ചതിനായിരിക്കും.